അമ്മേ, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിലും എന്റെ മകന് ഈയിടെയായിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായി കാണും. ഇന്നെന്റെ കുഞ്ഞോട് വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ കുഞ്ഞോളെ ഈ ഭദ്രേട്ടന്റെ അടുത്തോട്ട് പറഞ്ഞൂടെ? ഭദ്രേട്ടാ, സങ്കടങ്ങളെ തേടി നമ്മൾ നടക്കണ്ട. അത് കറക്റ്റായിട്ട് അഡ്രസ് അന്വേഷിച്ച് വന്നെത്തിക്കോളും. പക്ഷേ സന്തോഷങ്ങള് അത് നമ്മൾ തേടിപ്പിടിക്കുക തന്നെ വേണം. അങ്ങനെ തേടിക്കണ്ടെത്തിയ ഒരു സന്തോഷത്തെയാണ് ഞാൻ കാത്തു നിൽക്കുന്നത്. തേടിപ്പിടിച്ച സന്തോഷവും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ വഴിയെ മനസ്സിലാവും. ഏട്ടന് സമാധാനം കിട്ടുന്ന കാര്യോ? എനിക്ക് സമാധാനം കിട്ടുന്ന കാര്യമോ? കുഞ്ഞോളെ, നീ ഉദ്ദേശിച്ചത് അതായത് ഭദ്രേട്ടന് എന്നേക്കുമായി മനസമാധാനം കിട്ടുന്ന കാര്യം. തൽക്കാലം ഇത്രേ അറിഞ്ഞാ മതി. വാ, ഹാളിലേക്ക് പോ. എന്നേക്കുമായി മനസമാധാനം കിട്ടുന്നു എന്ന് വെച്ചാ അതിന്റെ അർത്ഥം മരണമൊന്നല്ലേ? ഈശ്വര, അവളെന്നെ തട്ടാനാണോ പ്ലാൻ? ഭദ്രേട്ടാ, ഓ വരുന്നു കുഞ്ഞോളെ. എന്തായാലും അതാവൂല്ല. എനിക്ക് കൂടി ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കും. എന്തായാലും നോക്കാം. അമ്മേ, ഒരു മിനിറ്റ്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മെയിൽ അയക്കാനുണ്ട്. ദേ വരുന്നുണ്ട്. എന്തോ ഒപ്പിച്ചോണ്ടുള്ള വരവാ. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? നന്നായി. അർജുനും ഭാര്യയും എത്തി. അച്ഛാ, എന്താ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നോ? എനിക്കറിയില്ല. എന്തെങ്കിലും പ്രശ്നമില്ലെങ്കിലും അതുണ്ടാക്കാനുള്ള ഒരാൾ ഇവിടെ ഉണ്ടല്ലോ, നിന്റെ അമ്മ. ദേ ഇരിക്കുന്നു, അമ്മയോട് ചോദിക്കും. അല്ലെങ്കിൽ ഈ വീട്ടിൽ നടക്കുന്നൊന്നും അളിയനറിയുന്നില്ലല്ലോ. അളിയൻ വേറെ ഏതോ അന്യഗ്രഹജീവി പോലെയല്ലേ.
ഞാൻ അറിയാത്തതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ചില ക്ഷുദ്രജീവികളൊക്കെ കയറി പറ്റുന്നത് അതുകൊണ്ടാ. ആവശ്യമില്ലാതെ വന്നുകൂടുന്ന വിഷജീവികളെയൊക്കെ അടിച്ചിറക്കണം. ആ, അതിനു പറ്റിയ ഒരു കുറ്റിച്ചൂല് അമ്മ ഒന്ന് റെഡിയാക്കി തരണം. ജയരാമേട്ടൻ പറഞ്ഞത് ഇക്കാര്യത്തിൽ ശരിയാ. ആവശ്യമില്ലാത്ത വിഷജീവികളെയൊക്കെ അടിച്ചിറക്കണം. അടിച്ചിറക്കിയ വീണ്ടും വലിഞ്ഞേറി വരും. കെണി വെച്ച് പിടിച്ച് തല്ലിക്കൊല്ലുന്നതാ നല്ലത്. അമ്മേ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിലും എന്റെ മകന് ഈയിടെയായിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായി കാണും. തലയണ മന്ത്രം. ഓനെ അർജുന, ഈ കഞ്ചാവും ലഹരി വസ്തുക്കളും മാത്രമല്ല ദോഷം ചെയ്യുന്നേ. ഈ കഞ്ചാവിൽ തന്നെ വിവിധ ഇനം ലഹരികളുണ്ട്. ഭദ്രേട്ടാ, അധികം വൈകാതെ ഇവിടെ ഒരാളെത്തും ചില സത്യങ്ങളുമായിട്ട്. ഹലോ നരേന്ദ്രേട്ടാ. ലക്ഷ്മി, അവളെ ഞാൻ കണ്ടു. എന്നെ വെട്ടിച്ചു പോകാൻ ശ്രമിച്ചതാ അവള്. പക്ഷേ അവളെ ഞാൻ ജീപ്പ് വെച്ച് കൂറുകിട്ടു. സ്കൂട്ടറും കളഞ്ഞ് ഓടിയപ്പോ ഞാൻ നിൽക്കുന്ന ലോറി താവളത്തിലുണ്ട്, എന്റെ കൈ എത്തും ദൂരത്ത്. നരേന്ദ്രേട്ടാ, നിങ്ങൾ നരിയല്ല, സാക്ഷാൽ പുലിയ. അവൾ ഒരു കാരണവശാലും എന്നെ സംബന്ധിക്കുന്ന വിവരങ്ങളുമായി രമാദേവിയെ കാണരുത്. അങ്ങനെ സംഭവിച്ച ആ നിമിഷം ഞാൻ ഈ രമാനിലയത്തിൽ നിന്നും പുറത്തു പോണ്ടി വരും. പിന്നെ നരേന്ദ്രേട്ടൻ സ്വന്തമാക്കാൻ മോഹിച്ചുകൊണ്ടിരിക്കുന്ന മണിമാല ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ലക്ഷ്മി, ഈ നിമിഷം വരെ മോഹിച്ചതെല്ലാം നേടിയെടുത്തവനാ ഞാൻ.